ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ലൈക്ക് അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോഴത്തേക്ക് ഞാനൊരു കമൻറ്റ് കണ്ടായിരുന്നു, അടുത്ത വീഡിയോ ഇടുവാണെങ്കിൽ അതിന് ലൈക്ക് അടിക്കാമെന്ന്. അപ്പോൾ അടുത്ത വീഡിയോ ഇട്ടു, അപ്പോൾ ലൈക്ക് അടിച്ചോ. അപ്പൊ നമുക്കങ്ങ് തുടങ്ങിയേക്കാം അല്ലേ? ഞാൻ ചിക്കൻ കഴിക്കാറുണ്ടോന്ന് ചോദിച്ചാല് വല്ലപ്പോഴും കഴിക്കാറുള്ളൂ. ഞാൻ ഇറച്ചി കൊന്നിട്ടല്ലേ? ഞാൻ കൊല്ലിക്കാറില്ല. ഞാൻ ഇവിടുന്ന് കൊന്നു വാങ്ങാതെ ജീവനോടെ വാങ്ങിച്ച് വീട്ടിൽ കൊണ്ടുവന്ന് ഫ്രഷ് ആയിട്ട് കൊന്നാണോ കഴിക്കാറ്? ഞാൻ കടയിൽ പോയിട്ട് ഒരു കോഴിയെ കൊന്നു ഞാൻ വാങ്ങിക്കാറില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചേച്ചിക്ക് ചിക്കൻ കഴിക്കണമെന്നുണ്ടെങ്കിൽ കോഴി ആത്മഹത്യ ചെയ്യേണ്ടി വരുമല്ലോ. മത്സ്യം കഴിക്കാറുണ്ട്. എങ്ങനെയാണ്? ഇപ്പൊ കുറവാണ്. ഞങ്ങൾ ഇങ്ങനെ ആയതുകൊണ്ട് എല്ലാം ജീവന് വില കൊടുക്കുന്നതിനെ കൊണ്ട് ഞങ്ങൾ അങ്ങനെ കഴിക്കാറില്ല. ഇതും ചിക്കന്റെ കേസ് പറഞ്ഞ പോലെ ആയിരിക്കും. പണ്ട് കറി വെച്ചായിരിക്കും കഴിച്ചുകൊണ്ടിരുന്നത്, ഇപ്പൊ ജീവനോടെ വിഴുങ്ങുമായിരിക്കും. എല്ലാരും ആരെങ്കിലും കൊന്നതിനെ തന്നെയാണ് കഴിക്കാറ്, അല്ലാതെ ജീവനോടെ ആരും കഴിക്കാറില്ല. പോയിട്ട് ഒരു കോഴിയെ കൊന്നു ഞാൻ വാങ്ങിക്കാറില്ല. എങ്ങനെ ഇങ്ങനെ പണ്ടത്തരം പറയുന്നവരെല്ലാം കൂടെ ഒരു കുടക്കേഴി വരുന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. ഞാൻ ഒരു വീഡിയോ കാണിച്ചു തരാം. ഓ ആയിക്കോട്ടെ. ഇതാരെന്ന് പോലും എനിക്ക് അറിയാൻ പാടില്ല, പക്ഷെ ഇവര് വന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മളെ വീഡിയോനെ കുറിച്ചാണ് ഇവർ പറയുന്നത്. അല്ല, നിങ്ങളുടെ എന്ന് പറയാനായിട്ട് നിങ്ങളുടെ പേര് വല്ലതും അതിൽ പറഞ്ഞിട്ടുണ്ടോ? ഇതിപ്പോ എന്താ സംഭവം എന്ന് മനസ്സിലാകാത്തവർക്ക് ഞാൻ ഈ പറഞ്ഞ വീഡിയോ ഒന്ന് കാണിച്ചത്. ഹെൽമെറ്റ് ഇട്ടിട്ട് ഓക്കെ, ഇമാജിൻ ചെക്കന്റെ പേര് അക്കു എന്നായിരിക്കാം. അക്കു ഇതൊന്ന് എത്തു തരുമോ എനിക്ക്? ഇതിപ്പോ ഇത് കണ്ടപ്പോ നിങ്ങൾക്ക് വീഡിയോ ഏതാന്നുള്ളത് മനസ്സിലായി കാണും. ഇത് നിങ്ങൾ എല്ലാവരും തന്നെ കണ്ട വീഡിയോ ആയിരിക്കും, അതുകൊണ്ട് ഞാൻ മുഴുവൻ കാണിക്കുന്നില്ല. ഇതിലാരും ആരുടെ ഊരും പേരും ജാതകം നാളും ഒന്നും പറയുന്നില്ല, പക്ഷെ കൊള്ളേണ്ടവർക്ക് കറക്റ്റ് ആയിട്ട് കൊണ്ടു. ഇതില് സ്കൂട്ടറിന്റെ ബാക്കിൽ ഇരിക്കണത് പ്രോപ്പറായിട്ട് ഇരിക്കാൻ അറിയാൻ പാടില്ല. പക്ഷെ ഇങ്ങനെ അപമാനിച്ചെങ്കിൽ ഞാൻ പോയിക്കോട്ടെ. അപമാനത്തിന് തന്നെ അപമാനമാണ് നീ. അതുപോലെ നിങ്ങൾ പറയുന്നുണ്ട് സമൂഹത്തിലൊരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കി കൊടുക്കുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങക്ക് നേരെ ചൊവ്വേ സംസാരിക്കാൻ അറിയത്തില്ലഞ്ഞിട്ടല്ല. ജന്മങ്ങൾ വേഷം മാറാൻ നിമിഷങ്ങൾ. അതൊക്കെ ഗോപാലകൃഷ്ണൻ ഒരു നമ്പർ അല്ലേ? ഇത് എന്റെ ഒരു നമ്പറാ. കളിക്കുന്നത് അതിൽ വേണ്ട തെണ്ടി. ഇമ്പാക്ട് ഉണ്ടാക്കാനായിട്ട് 80+ വീഡിയോസ് ഇടുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ആൽക്കഹോളിക് കണ്ടന്റ് നമ്മൾ കൊടുക്കുന്നില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഡ്രസ് ഊരി വെച്ച് അല്ലെങ്കിൽ ഡ്രസ് ഊരി കാണിച്ചിട്ടല്ല നമ്മൾ ലൈക്കും വ്യൂസും മേടിക്കുന്നത്. നിങ്ങൾ ഈ പറയുന്നത് പോലെ 80+ വീഡിയോസ് ഇടുന്നതും തുണി അഴിച്ചിട്ടുള്ള വീഡിയോസ് ഇടുന്നതും ആൽക്കഹോളിക് കണ്ടന്റ് ഇടുന്നതും മാത്രമാണോ സമൂഹത്തിൽ നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നത്? പറയാനുള്ള ഒരു കാര്യമാണ്, സൊസൈറ്റിക്ക് ഒരിക്കലും നെഗറ്റീവ് ഇൻഫ്ലുവൻസ് ഉണ്ടാക്കി കൊടുക്കുന്നുമില്ല. അല്ല, അതൊക്കെ പോട്ടെ. നിങ്ങൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല, ശരി. ഞാൻ വേറൊരു കാര്യം ചോദിക്കട്ടെ, നിങ്ങൾ ഈ ചെയ്യുന്ന വീഡിയോക്ക് എന്താണ് ഇത്ര പോസിറ്റീവായിട്ടുള്ളത്? നമ്മുടെ ക്യാരക്ടർ അല്ലെങ്കിൽ നമ്മുടെ ഒരു കോണ്ടന്റ് എന്നുള്ള രീതിക്ക് നമ്മൾ കോണ്ടന്റ് ചെയ്തു പോകുന്നുണ്ട്. അല്ല, നിങ്ങളുടെ വീഡിയോയിൽ എന്താണ് ഇത്ര വലിയ കോണ്ടന്റ് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലാകുന്നില്ല. എന്താ ലുലു മാളിൽ ഇരുന്ന് നിരങ്ങുന്നതോ? അതോ ഇനി മനഃപൂർവ്വം ഹെൽമെറ്റ് വെക്കാൻ അറിയത്തില്ലെന്ന് കാണിക്കാൻ വേണ്ടിട്ട് തലതിരിച്ച് വെച്ചിട്ട് പൊട്ടം കളിക്കുന്നതോ? പെട്ടെന്ന് വാ. ഇതാരിത്? ശിലായുഗത്തിൽ നിന്ന് വന്ന മനുഷ്യ സ്ത്രീയോ? ആദ്യമായിട്ടാന്ന് തോന്നല്ലോ ഹെൽമെറ്റ് കാണുന്നത്. നിങ്ങൾ സമൂഹത്തിൽ യാതൊരു നെഗറ്റീവ് ഇമ്പാക്റ്റും കൊടുക്കുന്നില്ല, ആൾക്കാരെ വെറുപ്പിക്കുന്നത് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇത് കൊറോണയെക്കാളും കൂടുതൽ സ്പീഡിലാണ് ഇൻസ്റ്റാഗ്രാമിൽ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഞാനിന്നൊരു സ്ഥലത്തുണ്ടോട്ടാ, നമുക്ക് നല്ല ഇഷ്ടപ്പെടും. എവിടാന്ന് പറയാനല്ലേ കൂടെ ചെല്ലാൻ പറഞ്ഞത്, അങ്ങ് ചെന്നാ കാണിക്കൂല്ലോ. സ്ഥലം എങ്ങനെയുണ്ട്? എടാ എന്തോടെ ഇത്? ഈ ക്യൂട്ട്നെസ് വാരി എറിയുന്നതിനൊക്കെ ഒരു പരിധിയില്ലേ? എന്തായാലും നേരത്തെ കണ്ട അമ്മച്ചീനേക്കാളും ഭേദം തന്നെ കേട്ടാ. ഇതിപ്പോ ആക്റ്റീവ് ആണോ അതോ റിയൽ ആയിട്ടുള്ള ക്യാരക്ടർ ആണോ എന്ന് പോലും മനസ്സിലാകുന്നില്ലല്ലോ. നീ റിയൽ ലൈഫിൽ ഇങ്ങനെ ആണെന്നുണ്ടെങ്കിൽ ഇത്രയും വലിയ ഗതികെട്ടവൻ ഈ ലോകത്ത് വേറെ ആരെങ്കിലും ഉണ്ടാവും എന്റെ കർത്താവ്. ഇനിയിപ്പോ എണീക്കണമെന്നില്ല, അവിടെ തന്നെ ഒരു കുഴി കുത്തി ഇച്ചിരി മണ്ണിട്ട് അവിടെ അങ്ങ് മൂടിയാൽ മതി, അതിനുള്ളതായിട്ടുണ്ട്. അല്ല, ഇതിനിപ്പം ഞാൻ അങ്ങനെ
പ്രത്യേകിച്ച് അഭിപ്രായമൊന്നും പറയുന്നില്ല. அப்ப நானும் அந்த மாதிரி நினைச்சதுல தப்பு இல்லையே. இல்ல சார், எதுக்கு சும்மா ஒரு கிளாரிட்டிக்காக கேட்டேன். നമുക്ക് അടുത്ത വീഡിയോ കാണാം. വീണ്ടും നീ തന്നെയോ? അല്ല ഇതിപ്പോ എന്റെ തോന്നലാണോ അതോ ഇതും എന്റെ തോന്നലാണോ അതോ അല്ല, ഫ്രണ്ടിലും ബാക്കിലൊക്കെ കൈ പിടിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തോന്നലല്ലെന്നാവുന്നത്. അല്ല, ഡ്രസ്സ് ഇടുന്നതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, അത് അവരുടെ കംഫർട്ടിനനുസരിച്ച് ഇടുന്ന സാധനമാണ്. അപ്പം നമുക്ക് അതിനകത്തൊന്നും പറയാനില്ല. പക്ഷെ ഇത്ര കംഫർട്ടബിൾ ആയിട്ടുള്ള ഡ്രസ്സ് ഇട്ടിട്ട് ഇത്ര അൺകംഫർട്ടബിൾ ആയിട്ട് നടക്കുന്ന ഒരാളെ ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. അല്ല, ഞാൻ അതല്ല ആലോചിക്കുന്നേ, ഈ സാധനം ഇട്ടിട്ട് എങ്ങനെയായിരിക്കും കാറിൽ നിന്ന് അപ്പം പുറത്തോട്ട് ഇറങ്ങിയത്? അങ്ങനെ ചിന്തിക്കാൻ പോലും പാടില്ല. അപ്പൊ നമുക്ക് അടുത്ത വീഡിയോയിലോട്ട് പോവാം. എന്ത് കിട്ടിയാലും എടുത്ത് ഭണ്ഡാരത്തിലോട്ട് അങ്ങ് വെച്ചോണം. റേഡിയേഷനൊക്കെ ഉള്ളതാണ്, സൂക്ഷിക്കണം. എക്സ്പ്രഷൻ കണ്ടിട്ട് ഫോൺ വൈബ്രേഷനിലാണെന്ന് തോന്നുന്നു. എന്തോ ഒരു അഭിനയം, പറയാതിരിക്കാൻ പറ്റത്തില്ല. ഓസ്കാർ എഴുതി നേരെ കയ്യിലോട്ട് കൊടുക്കാം. എന്തായാലും ഒരു കാര്യം പറയാതിരിക്കാൻ പറ്റത്തില്ല, 5 ആംഗിൾ വെച്ച് അതിൽ നിന്നെല്ലാം ഷൂട്ട് ചെയ്തിട്ടും ക്യാമറാമാൻ അവിടെ ഇൻവിസിബിൾ ആണ്. ആർക്കും പിന്നെ സംശയമൊന്നും ഇല്ലല്ലോ അല്ലേ? പഴയ ആഹാര സാധനങ്ങൾ എടുത്ത് കാടി വെള്ളത്തിൽ ഇടണ്ട, സുഗുണം വന്നിട്ടുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇത്രയും മേക്കപ്പ്, ഇത്രയും പൈസയുടെ മേക്കപ്പ് ഒക്കെ ഇട്ടിരുന്ന് എന്തിനാ പോകുന്നതെന്ന് നിങ്ങളുടെ വിചാരം? ആരുടെ മൂട്ടിലെ പിണ്ടം പിടിക്കാൻ, അതും ഡയറക്റ്റ് ആയിട്ട്. പിണ്ടത്തിൽ മണ്ണ് പറ്റാൻ അമ്മച്ചി സമ്മതിക്കത്തില്ല. എന്റെ അമ്മച്ചി ആ പുറകിൽ നിന്ന് പൊഴിഞ്ഞു വീഴുന്നത് ശർക്കര ഉണ്ട അല്ല, ശർക്കര ഉണ്ട ആന തിന്നിട്ടിടുന്ന പിണ്ടവാ. എന്നേലും ആനയ്ക്കൊരു ദിവസം വയറിളക്കം വന്നാലത്തെ അവസ്ഥയാണ് ഞാൻ ആലോചിക്കുന്നത്. പനമ്പട്ട ശർക്കരയും കൂടെ അരച്ച് ഫേഷ്യൽ ഇട്ടോലിരിക്കും ചേച്ചിയുടെ മുഖത്ത്. അപ്പം നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. ഞാൻ ഇവിടെ കൊണ്ടങ്ങ് നിർത്തുവാണ്. കഴിഞ്ഞ വീഡിയോക്കകത്തെ കമൻറ്റൊക്കെ ഞാൻ ഉണ്ടായിരുന്നു, നല്ല അടിപൊളി കമൻറ്റൊക്കെ കുറേ വന്നിട്ടുണ്ടായിരുന്നു. എന്തായാലും കൊള്ളാം, ഞാൻ എല്ലാം തന്നെ വായിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ കമൻറ്റ് ചെയ്യുക, അതുപോലെ തന്നെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനെയൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ.